സ്റ്റാർ സിംഗറിലെ ഈ വർഷത്തെ കണ്ടസ്റ്റൻസിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ആൻഡ് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് വിത്ത് ചിത്ര ചേച്ചി? ഫീലിംഗ് സോ ബ്ലെസ്ഡ്. ചിത്രമ്മയുടെ മുന്നിൽ ഇങ്ങനെ പാടാൻ പറ്റാന്ന് പറയുന്നത്. ഇപ്പം മൗനമേ എന്നുള്ള പാട്ടൊക്കെ എനിക്ക് ചലഞ്ചായിട്ട് വന്നതാ. ഗുരുകുലത്തുനിന്ന് ചലഞ്ചായിട്ട് വന്നതാ. മൗനമേ ഓ മാൻ, ഇതേ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരിക്കുന്ന ആളെയല്ലല്ലോ പാട്ട് പാടുമ്പോഴത്തേനും വേറെ ലെവല്. ഇത് എങ്ങനെ സംഭവിക്കുന്നത്? ആദ്യമായിട്ട് ആൾക്കാരുടെ കയ്യടി നേടി അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ നല്ല അപ്രിസിയേഷൻസ് തന്നൊരു സ്റ്റേജ് മനസ്സിൽ വരുന്ന ആ ഒരു സ്റ്റേജ് ഏതാ? 3rd സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോൾ. മ്യൂസിക് ആണോ ഇനി കരിയർ? എന്താണ് മനസ്സിൽ? ശിവപ്രിയയുടെ എനിക്ക് വളരെ നോട്ടീസബിൾ ആയിട്ട് എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ഒരു പെർഫോമൻസ് നമ്മുടെ കുസുമവദന പാടിയില്ലേ, അത് അതായത് 2 ഒക്ടേവ്സിൽ മേളിലും താഴെയും ഈ ടോൺ സ്വിച്ച് ചെയ്ത് പാടുന്ന ഒരു സാധനം ഉണ്ട്. അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. കുസുമവദന മോഹ സുന്ദര എൻ മദന ലളിത ഗാനവല്ലഭ സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം ഗായിയടാ, സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം ഗായിയടാ. പക്ഷെ ടേക്ക് പറയുമ്പോ ഒരു പേടി ഉണ്ടാവും. 3, 2, 1 ആക്ഷൻ. അത് നമ്മളുണ്ട്, നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് 3, 2, 1 ആകുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ടെൻഷനാണ്. മാസങ്ങളുടെ പേര് ഫസ്റ്റ് ലൈനിൽ വരുന്ന പാട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, മനസ്സിലാവും. ഇത് ഒരുപാടുണ്ട്. ഇനിയും ആദ്യം ഒരുപാട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ, ഹാപ്പിനെസിന്റെ പീക്കിലിരിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന പാട്ട്. जो खत्म हो किसी जगह ये ऐसा सिलसिला नहीं 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 अभी नहीं नहीं. ആദ്യമായിട്ടൊന്നും പാട്ട് പാടുന്നത്? വെൽക്കം ടു ഡ്രീം ലൂപ്പ് മീഡിയ പ്രസൻസ് മില്ലേനിയം സ്റ്റാർസ് വിത്ത് അലിൻ ഷാ. മ്യൂസിക് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ചും നമ്മൾ മലയാളികളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മ്യൂസിക് റിയാലിറ്റി ഷോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് എത്തുന്ന ഒരു ഷോ ആണ് സ്റ്റാർ സിംഗർ. സ്റ്റാർ സിംഗറിൽ ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ശിവപ്രിയയാണ് നമ്മുടെ കൂടെയുള്ളത്. ശിവപ്രിയ, വെൽക്കം. താങ്ക് യു ചേട്ടാ. നമ്മൾ കുറച്ച്, അതായത് ഒരു 1-2 ആഴ്ചകളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കോൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫൈനലി സ്റ്റാർ സിംഗറിൻ്റെ ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് കൂടി വന്നു എൻ്റെ മുമ്പിൽ, അല്ലേ? ശിവപ്രിയയുടെ കാര്യം നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർ സിംഗറിൽ പ്രത്യേകിച്ചും ഈ 10th സീസണിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കാഴ്ചവെച്ച ഒരാൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശിവപ്രിയയാണ്. ഞാൻ പറഞ്ഞ കാര്യമല്ല, ജഡ്ജസ് പറയുന്ന കാര്യമാണ്, അതുപോലെ തന്നെ കാണുന്ന ജനങ്ങളും പറഞ്ഞൊരു കാര്യമാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. അപ്പോൾ സ്റ്റാർ സിംഗറിന് മുന്നേ ശിവപ്രിയ എവിടെയായിരുന്നു, ഇപ്പോൾ ശിവപ്രിയ എവിടെയാണ്? ഞാൻ സ്റ്റാർ സിംഗറിന് മുന്നേ ഖത്തറിലായിരുന്നു. ഞാൻ ജനിച്ചതും പഠിച്ചതൊക്കെ ഖത്തറിലാണ്. 12th ഞാൻ 12th ബോർഡ് എക്സാംസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റാർ സിംഗറിൻ്റെ ഓഡിഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു എക്സാം എഴുതി, ഇവിടെ വന്ന് ഓഡിഷൻ കൊടുത്തു, പിന്നെയും തിരിച്ചു പോയി എഴുതി, പിന്നെ ഇവിടെ സെലക്റ്റായി. പിന്നെ ഇവിടെ ആദ്യത്തെ ഒരു ഐ തിങ്ക് ഒരു 2-3 പാട്ടൊക്കെ ഞാൻ ഇങ്ങനെ ഖത്തറിൽ പോയി വരുമായിരുന്നു, ബിക്കോസ് എക്സാംസ് ബാക്കി ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ സെറ്റിലായി. 12th എക്സാംസ്, ബോർഡ് എക്സാംസ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുന്നത്, അല്ലേ? എന്നിട്ട് ഇവിടെ വന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, പിന്നെ ബാക്കി പോയി വീണ്ടും പോയി എക്സാം എഴുതി. ഓക്കെ. അപ്പോഴേ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ചിന്തിക്കുമ്പോൾ പാരൻസ് പറഞ്ഞില്ലേ, എടാ പഠിത്തം, ബോർഡ് എക്സാം ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു? അത് എനിക്കും അച്ഛനമ്മയും പറയുന്നതിനെ പോലെ തന്നെ ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പം ഇങ്ങനൊരു റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരിക്കലും ചിന്തിച്ചതല്ല. പക്ഷേ 12th കഴിയാറാവുന്ന ആ സമയത്ത് തന്നെ ഇങ്ങനൊരു റിയാലിറ്റി ഷോ വരുമ്പോഴേക്ക് വൈ നോട്ട് ടേക്ക് എ ചാൻസ് എന്നുള്ളൊരു ഇത് വന്നു. ബിക്കോസ് ഇത്രയും കാലം ഞാൻ ഖത്തറിൽ പാടുമ്പോഴൊക്കെ അവിടുന്ന് കുറേ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ പറയായിരുന്നു റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തൂടെ എന്ന് പറയായിരുന്നു. പക്ഷെ അപ്പം സ്കൂളിൽ പഠിക്കുന്നതായതുകൊണ്ട് ഒരു വർഷം ഇതിനു വേണ്ടി അങ്ങനെ പോവുമല്ലോ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ. അപ്പോൾ പറ്റിയില്ല. പക്ഷെ 12th കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആണല്ലോ, എന്തെങ്കിലും പഠിക്കാൻ, വേറെ എന്തെങ്കിലും പഠിക്കാൻ കയറുന്നതിന് മുന്നേ വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറുന്ന വെച്ചാൽ അതേ സമയത്ത് സ്റ്റാർ സിംഗർ 10ന്റെ ഓഡിഷൻസ് വന്നു, അതുകൊണ്ട് വരാൻ പറ്റി. അപ്പോൾ എന്തായാലും ഉചിതമായിട്ടൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ശിവപ്രിയനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, നമ്മൾ തുടങ്ങുമ്പോൾ കോൺവേഴ്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു പാട്ടോട് കൂടി തുടങ്ങാമല്ലോ? ഓക്കെ. ഏതാ പാട്ടാ നമുക്ക് ആദ്യമായിട്ട് പാടാൻ പോകുന്നത്? മൗനമേ
പാടും മൗനമേ നിറയും മൗനമേ. ഓ മാൻ, ഇതേ ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുന്ന ആളെയല്ലല്ലോ പാട്ട് പാടുമ്പോഴത്തേനും വേറെ ലെവല്. ഇത് എങ്ങനെ സംഭവിക്കുന്നേ? അങ്ങനെ ഇപ്പൊ എന്താ പറയണെന്ന് അറിയുന്നില്ല. ജന്മന അല്ലേ? ഞാൻ 6 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത്, ലൈറ്റ് മ്യൂസിക്കിന് സ്കൂളിൽ. ലൈക്ക് ചെറുപ്പം തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 6 വയസ്സ് മുതലാണ് പാട്ട് പഠിച്ചത്. ഓ ശരി ശരി ശരി. നമ്മള് ഓർമ്മയിൽ ഓക്കെ ഫസ്റ്റ് സ്റ്റേജ് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ആൾക്കാരുടെ കയ്യടി നേടി അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർ നല്ല അപ്രിസിയേഷൻസ് തന്നൊരു സ്റ്റേജ് മനസ്സിൽ വരുന്ന ആ ഒരു സ്റ്റേജ് ഏതാ? 3rd സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിക്കുമ്പോൾ മിനിസ്ട്രിയുടെ പ്രോഗ്രാം, അതായത് കുറേ ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു ഓപ്പൺ സ്റ്റേജ് വലിയൊരു പ്രോഗ്രാമാണ് ഖത്തറിൽ നടക്കുന്നത്. അപ്പം അവിടെ ഞാൻ ആദ്യമായിട്ട് ഞാൻ മേരിഡ് ഹോലിന എന്നുള്ള പാട്ട് പാടി. അത് അപ്പം അതിൽ കുറേ സ്വരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് കേട്ടപ്പം അവിടെയുള്ള കുറേ ആൾക്കാർ അപ്പം അന്നായിരുന്നു ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻ കിട്ടിയത്. ലൈക്ക് അത് ആ പാട്ട് എന്നെ കൊണ്ടാവും എന്നുള്ളത് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ലായിരുന്നു ആ സമയത്ത്. 3ൽ പഠിക്കുകയൊക്കെയാണല്ലോ. അപ്പോൾ ആദ്യം കേട്ടപ്പോൾ പക്ഷേ ചേച്ചിയാണ് എനിക്ക് ധൈര്യം തന്നെ, ഇതാവും, പഠിക്കാൻ പറ്റും, ചേച്ചിയാണ് കൂടെ ഇരുത്തി പഠിപ്പിച്ചതൊക്കെ. അപ്പം അന്ന് പാടി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയി, ഇപ്പം പറ്റും എന്നുള്ളൊരു മെരിഡോണയുടെ സ്വരങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നോ? ഓക്കെ. ഓ പോരെ, ഇതിങ്ങനെ മ്യൂസിക് ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. അയ്യോ ഞാൻ വേറെ കൂടെ പോയി. അല്ല ഈ കടപ്പട 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 ഇത് വരുന്നുണ്ടല്ലോ ഈ സാധനം, ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇത് അങ്ങനത്തെ പാട്ട് ഞാൻ അതിന് മുന്നേ പാടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പാടുന്നത് 8 വയസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ശിവപ്രിയയുടെ പൊതുവെ ഉള്ളൊരു പ്രാക്ടീസ് റുട്ടീൻ എങ്ങനെയാണ്? ടിപ്സ് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ടിപ്സ് എന്നൊന്നും പറയാനില്ല. പ്രാക്ടീസ് ചെയ്യും, റെഗുലർ വാമപ്സ് ചെയ്യും, വോക്കൽ വാമപ്സ്. പിന്നെ പ്രോപ്പർ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് സാധകം ചെയ്യുന്ന അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ടോ? കാലത്തെഴുന്നേറ്റ് ഈ കാലത്ത് എന്ന് പറയുന്നത് കുറച്ച് വൈകും എന്നുള്ളതേ ഉള്ളൂ. സാധകം പൊതുവെ എല്ലാവരും 4 മണിക്കൊക്കെ എണീറ്റ് ചെയ്യാനൊക്കെയാണല്ലോ പറയാം. ഞാൻ എണീക്കുമ്പോൾ കുറച്ച് വൈകും. അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. രാവിലെ എണീക്കല് പരിപാടിയില്ല. അല്ല ഇപ്പോൾ സ്ഥിരം റുട്ടീൻ, അതായത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ പ്രാക്ടീസ് ചെയ്തിരിക്കും, അങ്ങനെ റുട്ടീൻ ഉണ്ടോ? അതോ ഡെയിലി നമ്മൾ പാടുന്നത് ഡെയിലി ഈ ഒരു ടൈമിലേ ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ടൈം ഓഫ് ദ ഡേ നമ്മൾ നന്നായിട്ട് പാടാതിരിക്കില്ല, എല്ലാ ദിവസവും പാടും. അങ്ങനെ പാട്ട് പിന്നെ കിട്ടുന്ന പാട്ട് നന്നായിട്ട് പഠിക്കുക, അത് കുറേ പ്രാവശ്യം പാടി നോക്കുക, അങ്ങനെ അങ്ങനെ. അതാണ് ഓക്കെ. ഈ നമ്മള് മ്യൂസിക് ആണോ ഇനി കരിയർ? എന്താണ് മനസ്സിൽ? ഇതിപ്പോ മ്യൂസിക് തന്നെയാണ്. ഓക്കെ ഓക്കെ. അതല്ല, മ്യൂസിക്കിന് അപ്പുറത്തേക്ക് ഒരു പ്രൊഫഷൻ വേണമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു ചൂസൺ, ഇപ്പൊ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യണം എന്നാണ് ഇനി അടുത്ത? ഞാൻ ആക്ച്വലി 12th കഴിഞ്ഞ് നീറ്റ് എൻട്രൻസ് എഴുതാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിൻ്റെ ഓഡിഷൻസ് വന്നു. ഇതിലേക്കുള്ള എൻട്രി എന്ന് പറയാനാണെങ്കിൽ ശ്വേത അശോക് ചേച്ചിയില്ലേ, ശ്വേത ചേച്ചിയും ഷെരീഫങ്ങളൊക്കെ ഖത്തറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന്. അപ്പോൾ ഷെരീഫങ്ങളൊക്കെ പണ്ടേ വരുന്നതാ, എന്നെ പണ്ടേ അറിയാം. പക്ഷേ ഞാൻ 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ജാനുവരിയിൽ സീസൺ 10 ഓഡിഷൻസ് നടക്കാൻ പോവാണ്, അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടോ, വരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പോയി നോക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്ക്
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ നീറ്റ് എൻട്രൻസ് എഴുതാനിരുന്നതാണ്. അപ്പം ഇതല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇപ്പോൾ നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ MBBS ചെയ്യും. പക്ഷെ ഇപ്പൊ ആസ് ഓഫ് നൗ പ്ലാൻ പാട്ടുമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സിംഗർ ആവണം എന്നുള്ളതാണ് മനസ്സിലാഗ്രഹം. ഓക്കെ, ഈ നമ്മുടെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരു പേടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ഒരു ഇൻകം ഉണ്ടാവുമോ, സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ, എന്നത്തെ പോലെ ഇതുപോലെ പാടാൻ പറ്റുമോ? ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാട്ടുകളിൽ, അതായത് സിനിമകളിലെ പാട്ടുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയാണ് നമ്മൾ റിയലിസ്റ്റിക് മൂവിയുടെ ഒക്കെ പുറകെ പോകുമ്പോൾ. അപ്പോൾ ഈ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യാനല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? അങ്ങനെ മനസ്സിൽ പ്ലാനിങ്സ് ഉണ്ട്. ഇതെന്തായാലും സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒക്കെ അതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യണമെന്നുണ്ട്. ഐ തിങ്ക് ഇപ്പോഴത്തെ കൂടുതലും മ്യൂസീഷ്യൻസ് അങ്ങനത്തെ ഒരു ഇതിനോടായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആസ് യു സെഡ്, സിനിമയിലൊക്കെ ചാൻസസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ സിംഗേഴ്സിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവർ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുക, പ്രോഗ്രാംസ് ചെയ്യുക, സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യുക. അപ്പം അതിനോടൊക്കെയാണ് ഇപ്പം സിനിമയിൽ ഇപ്പം നമുക്ക് എന്താണ്, എസ്പെഷ്യലി മലയാളം സിനിമയിലെ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പ് പറയാൻ പറ്റാത്തൊരിതായതുകൊണ്ട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഈ സ്റ്റാർ സിംഗർ, ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മലയാളികളോട് ഈ സിംഗിങ് ബേസ്ഡ് ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ, പോട്ടെ റിയാലിറ്റി ഷോ എന്ന് തന്നെ പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്, അതായത് സ്റ്റാർ സിംഗർ ഫ്രാഞ്ചൈസി, ഇതാണ് നമ്മുടെ മനസ്സിൽ വരിക. അപ്പോൾ ഇത്രയും വിസിബിലിറ്റി കിട്ടുന്ന മറ്റൊരു ഷോ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും ഈ നമ്മുടെ ഈ ഷോയുടെ, അതായത് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഷോയുടെ ഒരു TRP ബേസിസിലായിക്കോട്ടെ, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുള്ളൊരു സ്വീകാര്യത ആയിക്കോട്ടെ, ഇതൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരിക. അതുപോലത്തെ ഒരു ഷോയിൽ വരിക നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാട്ട് സ്റ്റേജസിലോ ഒക്കെ വല്ലപ്പോഴും ആൾക്കാർ, നമ്മുടെ ഓഡിയൻസ് മാത്രം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അതിൻ്റെ ഒരു സ്ട്രെസ്സോ അതിൻ്റെ ഒരു പേടിയോ അതുണ്ടാവില്ല? എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണിത്. എൻ്റെ കൂടെ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു റിയാലിറ്റി ഷോയിലെങ്കിലും പാടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് തീരെയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ലൈക്ക് ഇവരൊക്കെ ബാക്കിയുള്ള, ഞാൻ ഓഡിഷന് പോകുമ്പം ഞാനിങ്ങനെ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് ഓർമ്മയുണ്ട്, അച്ഛൻ TV കയറി ഇരിക്കുന്ന പോലെ ഉണ്ടെന്ന്. ബിക്കോസ് എനിക്ക് എല്ലാവരെയും അറിയാം, ആർക്കും എന്നെ അറിയില്ല, പക്ഷെ എല്ലാവരും എനിക്കറിയുന്നു, ഇത് ആ കുട്ടിയാണ് ഈ കുട്ടിയാണെന്നൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും, സെലക്ട് ആവുമെന്ന് തന്നെ അറിയില്ലായിരുന്നു. സെലക്ട് ആയപ്പോഴും സെലക്ട് ആയ ശേഷവും എങ്ങനെ എല്ലാവരെയും അവരുടെ പാട്ടുകളൊക്കെ കേൾക്കുക, അവരിൽ നിന്നും പഠിക്കുക, അങ്ങനെ സ്ട്രെസ്സൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓവർകം ചെയ്യുക, നമ്മുടെ പാട്ട് മാക്സിമം, അതായത് നമ്മുടെ 100% ചെയ്യാൻ നോക്കുക, ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ നിൽക്കാണ്ട് സ്വയം കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇത്. ബിക്കോസ് ഓരോ ആൾ അവരവരുടെ രീതിയിൽ ടാലൻറ്റഡ് ആണ്. അപ്പം നമ്മളത് നോക്കി നിൽക്കാതെ നമുക്ക് കിട്ടുന്ന പാട്ട് നമ്മൾ അതിൻ്റെ 100% കൊടുക്കുക, അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, പാടാന്ന്. ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴേ നമ്മൾ ഓരോ റൗണ്ട്സിനും പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടോ, അതോ അവിടെ നിന്നും ഒരു സജഷൻസ് വരുമോ, എങ്ങനെ? അത് മിക്സ്ഡ് ആണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടെ ചിലപ്പോൾ അവരായിരിക്കും പാട്ട് സെലക്ട് ചെയ്യുക. അപ്പം നമ്മളും കേട്ടു നോക്കി നമ്മുടെ മെൻറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും പാട്ട് സെലക്ട് ചെയ്യുക. ചിലപ്പോൾ ചില റൗണ്ട്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാകുമ്പം അത് ഇപ്പം മൗനമേ എന്നുള്ള പാട്ടൊക്കെ എനിക്ക് ചലഞ്ചായിട്ട് വന്നത്, ഗുരുകുലത്തുനിന്ന് ചലഞ്ചായിട്ട് വന്നതാണ്. അങ്ങനെ. ഓക്കെ, ശിവപ്രിയയുടെ എനിക്ക് വളരെ നോട്ടീസബിൾ ആയിട്ട് എൻ്റെ മനസ്സിലിരിക്കുന്ന ഒരു പെർഫോമൻസ് നമ്മുടെ കുസുമവദന പാടിയില്ലേ, അത് അതായത് 2 ഒക്ടേവ്സിൽ മേളിലും താഴെയും ഈ ടോൺ സ്വിച്ച് ചെയ്ത് പാടുന്ന ഒരു സാധനമുണ്ട്, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? കുസുമവദന മോഹ സുന്ദര എൻമദന ലളിത ഗാനവല്ലഭ, ഓ കുസുമവദന മോഹ സുന്ദര എൻമദന ലളിത ഗാനവല്ലഭ, സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം ഗായിയടാ, സ്വീറ്റി ഫേസ് ഉള്ളൊരു ഹാൻസം ഗായിയടാ, ചബ്ബി ചിക്കി നോട്ടി ബോയടാ. ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്തത് നമ്മള്? ഈ പാട്ടും എനിക്ക് മിഥുനേട്ടൻ സജസ്റ്റ് ചെയ്ത പാട്ടായിരുന്നു. നമ്മുടെ കോൺവെന്റ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള മിഥുനേട്ടൻ
അപ്പോൾ ആദ്യം ഈ പാട്ട് കേട്ടപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനുള്ള ഇതിൽ നമ്മള് താഴത്തെ ഒക്ടേവ് പാടണം, മേളത്തെ ഒക്ടേവിന്റെ ഫീമെയിൽ പാടണം, ഇതിന്റെ മെയിൽ പോർഷൻ പാടണം, എല്ലാം പാടണം. മെയിൽ പോർഷൻ എന്നെ അർജു ഏട്ടൻ കൂടെ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ചില പോർഷൻസ് ഞാൻ ഒന്നിച്ചാ പാടിയേ ചേട്ടൻ്റെ കൂടെ. പക്ഷേ എന്താ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന്. സ്റ്റേജിൽ എത്തുമ്പോഴും പാടുന്നതിന് മുന്നേയും എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇത് വർക്കൗട്ട് ആവോ ഇല്ലയെന്നറിയില്ല. എസ്പെഷ്യലി ഈ പാട്ടിന്റെ ലാസ്റ്റിലെ പോർഷൻ എത്തുമ്പോൾ പെട്ടെന്ന് അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് ഒരു വേർഡ് അങ്ങനെ. അപ്പൊ അതിലൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചു വലിയ കുഴപ്പമില്ല. അടിപൊളിയായി. ആൻഡ് ജഡ്ജസ് ഒക്കെ ഒരുപാട് പറഞ്ഞിരുന്നു ആ നമ്മുടെ ടോൺ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ. സൂപ്പർ. അതെ, ഞാനൊരു ചെറിയ സെഗ്മെന്റിലോട്ട് കൊണ്ടുപോട്ടെ. ഓക്കെ. അതായത് ഞാൻ കുറച്ച് ശിവപ്രിയയുടെ കുറച്ച് മൂഡ്സ്, നമുക്ക് മനുഷ്യന്മാർക്ക് നോർമലി വരുന്ന വിഷമവും സങ്കടവും ഒക്കെ വരുമല്ലോ, അതിൽ സന്തോഷവും ഒക്കെ വരും. നമ്മളൊക്കെ പല പല മൂഡ്സിലൂടെ പോകുന്ന ആൾക്കാരാണ്. ഈ ഓരോ മൂഡിലും ഏത് പാട്ടാണ് മനസ്സിൽ വരുന്നതെന്ന് പറയാമോ? ഓക്കെ. ഒന്നെങ്കിൽ ആ മൂഡിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട്, അല്ലെങ്കിൽ ആ ഒരു മൂഡിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിൽ വരുന്ന പാട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ആദ്യം ഒരുപാട് സന്തോഷമായിട്ടിരിക്കുമ്പോൾ, ഹാപ്പിനെസിന്റെ പീക്കിലിരിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന പാട്ട്. रूप तेरा मस्ताना प्यार मेरा दीवाना, रूप तेरा मस्ताना प्यार मेरा दीवाना, भूल कोई हमसे ना हो जाए. കുഴപ്പമില്ല, മതി. സെഗ്മെന്റ് അല്ലേ. അടുത്തത് വിഷമിച്ചിരിക്കുമ്പോൾ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, വിഷമിച്ചിരിക്കുമ്പോൾ വിഷമുള്ള പാട്ടാണോ കേൾക്കുക, അതോ മൂഡ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്തോഷമുള്ള പാട്ടുകളാണ് കേൾക്കുക? നമ്മൾ സെയിം പിച്ച്. ഓക്കെ. ഓക്കെ. അപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ കേൾക്കുന്ന ആ വിഷമുള്ള പാട്ട്. ഞാൻ കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറയാൻ എനിക്കിപ്പോൾ ഓർമ്മ വന്നത് ഇപ്പം മൗനമയാണ്. മൗനമേ ഭയങ്കര വിഷമുള്ള ഡിപ്രഷൻ പോലത്തെ പാട്ടാണ്. ഓക്കെ. ഓക്കെ. ഓക്കെ, ഫൈൻ. അടുത്തത് ഭയങ്കര മടി പിടിച്ചിങ്ങനെ ഇരിക്കുക, ലേസി ആയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സമയത്ത്, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യാൻ മടി പിടിച്ചിരിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പണി വരുമ്പോൾ സൈഡിലൊരു പാട്ട് ഇട്ടിട്ടാണ് നമ്മൾ ആ പണി ചെയ്യുക. അങ്ങനത്തെ ഒരു പാട്ട്. അത് മറ്റേ സിതാര ചേച്ചി പാടിയ ഓക്കെ, ഒന്ന് മൂളോ? അയ്യോ, എനിക്കത് അതിന്റെ ആ പോർഷൻ കുറച്ച് സരി ഗരി സരി ഗമ ഗരി സരി ഗമ പമ ഗരി സരി ഗമ പദനി സരി ഗമ വരി ഗമ ഗരി സരി ഗമ മപദ പമ 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 ഗരി സരി ഗരി ഗമ ഗമ പദനി സ ഗമ പദനി സ ഗരി ഗമ ഗരി സരി ഗമ. അറിയില്ല. ഓ സൂപ്പർ. കുഴപ്പമില്ല. നമ്മുടെ ജേക്കബിന്റെ സ്വർഗ്ഗരാജ്യത്തിലെ അതല്ലേ? ഓക്കെ, സെറ്റ് സെറ്റ്. അടുത്തത് ഒരു പ്രണയഗാനം അല്ലെങ്കിൽ പ്രണയം, ലവ്, ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു പാട്ട്. എനിക്ക് രാവേ എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. യോബിന്റെ പുസ്തകം. സൂപ്പർ സോങ് ആണ്. പറഞ്ഞ പോരാ, ഞാൻ ഇതുവരെ പാടിയിട്ടില്ല ഇതൊന്നുകൊണ്ട്. കുഴപ്പമില്ല, വരട്ടെ. രാവേ മൂടൽ മഞ്ഞിൽ നീ ചായുന്നു, കൂടെ പൂനിലാവുമായി ചേരുന്നു, നിന്നിലെന്നും ഞാനാണല്ലോ, എന്നും എന്നിൽ നീയാണല്ലോ. ആദ്യമായിട്ടാണ് പാട്ട് പാടുന്നത്. ആദ്യമായിട്ട്. ഓക്കെ, ശരി. അടുത്തത് നമുക്ക് ഒരു കാര്യം ചെയ്യണം, വാശി ഒക്കെ വരുന്ന സമയത്ത്, ഒരു വീറും വാശിയും ഒക്കെ വരുന്ന അങ്ങനത്തെ സാധനം, പടകാളിയൊക്കെ ആണോ? മിൻസാരപ്പൂവേ. അത് നല്ല വാശിയാണ്. ഓക്കെ, കേക്കാം. മിൻസാരപ്പൂവേ പെൺപൂവേ നീ തീണ്ട വീണ്ടും എന്നോട് വാരാய், என் ஆசையோசை கேளாய், மாலையில் உன் மார்பினில் நான் துயில் கொள்ள வேண்டும், காலையில் உன் கண்களில் நான் வெயில் காய வேண்டும், சகியே 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 என் மிதக்கும்
സൂപ്പർ സൂപ്പർ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ആ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ. ഇനി നമുക്ക് സ്റ്റാർ സിംഗറിന്റെ വിശേഷങ്ങളോട്ട് വരാം. സ്റ്റാർ സിംഗറിന്റെ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, മന്ത്ലി 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വരുന്നുണ്ട്. കൊച്ചിയിൽ വരുന്നു, ഇവിടെ ഒരു 3-4 ദിവസം നിങ്ങൾ നിൽക്കുന്നു, അതിൻ്റെ ഗ്രൂമിങ് ഉണ്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ട്സ് ഉണ്ട് ഒരു 2-3 days. ഈ മൊത്തത്തിലുള്ള ആ ഒരു വൈബ് എങ്ങനെയാണ് പോകുന്നത്? ആക്ച്വലി നല്ല രസമാണ്. ബിക്കോസ് എല്ലാ ഷൂട്ട് കഴിയുമ്പോഴും തിരിച്ച് വീട്ടിൽ പോകുമ്പം അടുത്ത ഷെഡ്യൂൾ ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ വെയിറ്റിംഗിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇപ്പം ഇനി പെട്ടെന്ന് ഗ്രാൻഡ് ഫിനാലെ ആവും. അപ്പം അത് ആലോചിക്കുമ്പോൾ വിഷമമാണ്. എപ്പോഴും നമ്മൾ നല്ല രസമാണ്. ബിക്കോസ് ഇപ്പോൾ ഒരു വർഷത്തിലധികമായി എല്ലാവരും ഗ്രൂമിങ്ങിന് വരുന്ന ഒരു ഷൂട്ടിനൊരു 3-4 ദിവസം മുന്നേ നമുക്ക് ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഗ്രൂമിങ്ങിന് വരികയാണെങ്കിൽ എല്ലാവരും ഒന്നിച്ചാണ്. ഇപ്പോൾ ടി വിയിൽ നമ്മൾ ഗുരുകുലം കോൺവെൻറ്റ് എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണുമെങ്കിലും എല്ലാവരും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതും പ്രാക്ടീസ് സെഷൻസ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ പോകുന്നതും കൂടെ കളിക്കുന്നതും ഒക്കെ ഒന്നിച്ചാണ്. അപ്പം അതൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് നമുക്ക്. ഇപ്പോൾ ഡുവറ്റ് പെർഫോമൻസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസിൽ ഒരാളും കൂടെ എക്സ്ട്രാ വരികയാണല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫണ്ണാണ്. കുറേ വീഡിയോസും ഇതൊക്കെ നമുക്ക് എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കാണാനുള്ള ഭയങ്കര രസം. ഇപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മുടെ കൂടെ മറ്റേ പിള്ളേര് വൈബ് തന്നെയാണ് അവർ. അങ്ങനെയാണ്. ഇപ്പം ഷെരീഫങ്ങളായിക്കോട്ടെ, മിഥുനേട്ടനായിക്കോട്ടെ, നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്റേഴ്സ് ശ്വേച്ചി ആയിക്കോട്ടെ, അഷിമേച്ചി ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ മെൻറ്റേഴ്സും എല്ലാവരും ഭയങ്കര ഇതൊരു ഗ്രൂപ്പ് ഓഫ് വർട്ട് ആണല്ലേ. അതിപ്പോ ഒരാളുടെ ഷോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടസ്റ്റൻസിന്റെ മാത്രം ഒരു പ്രോഗ്രാം അല്ല. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് ജഡ്ജസ് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ ചിത്രാമ്മയുടെ ഒക്കെ മുന്നിൽ ചിത്ര എന്ന് പറയുന്ന നമ്മളെ എന്താ പറയുക, അത്രയും ലെജൻഡറി ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു വേൾഡിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് സിംഗേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതുപോലുള്ളൊരു വ്യക്തിയുടെയൊക്കെ ഫ്രണ്ടിൽ പോയിരുന്ന് പാടാൻ പറ്റുക, നമ്മുടെ ഓരോ പാട്ട് കഴിയുമ്പോഴത്തേനും അവർ നമുക്ക് പറഞ്ഞു തരിക. ചിലപ്പോൾ ഈ ഷൂട്ടിനിടയ്ക്ക് അല്ലാണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങളോട് കോൺവേഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും, മോളെ ഇങ്ങനെ ആയിരിക്കാൻ പാടേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നൊക്കെ. അത് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ആൻഡ് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് വിത്ത് ചിത്ര ചേച്ചി? ഫീലിംഗ് സോ ബ്ലെസ്ഡ്. ചിത്രാമ്മയുടെ മുന്നിൽ ഇങ്ങനെ പാടാൻ പറ്റുകയെന്ന് പറയുന്നത്. ചിത്രാമ്മയുടെ മുന്നിൽ പാടുമ്പോൾ എപ്പോഴും ടെൻഷനാണ്. എന്നാൽ നമ്മളിപ്പോൾ സൗണ്ട് ചെക്ക് പാടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യും, പാട്ടിൻ്റെ ഒരു 2 വരി പാടി നോക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിത്രാമ്മ നമുക്ക് പറഞ്ഞു തരും. ആ സമയത്ത് തന്നെ ചിത്രാമ്മ കേൾക്കും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാണെങ്കിലും പാട്ട് കഴിഞ്ഞാലും നമ്മൾ ചിത്രാമ്മ അടുത്ത് പോയി കണ്ടാൽ എന്തൊക്കെയായിരുന്നു പാട്ടിൽ പറ്റിയെന്നുള്ളതാണെങ്കിൽ ഇനി ഭയങ്കര ഭംഗിയായാലും. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ചിത്രാമ്മ ഞാൻ ഒരു ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അതൊക്കെ അയ്യോ എന്നും ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന മൊമെൻറ്റ്സാണ് അതൊക്കെ. ഒരിക്കലും ഇങ്ങനെ പാടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നതല്ലല്ലോ. നമ്മുടെ സിത്താര ചേച്ചിയാണെങ്കിലും വിധിച്ചേട്ടനാണെങ്കിലും ഇവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ സൈഡിലിരിക്കുമ്പോഴേക്ക് തന്നെ അവർ അടുത്ത പെർഫോമൻസിന് ഓക്കെ അല്ലേ, അവരൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ നമ്മളെടുത്ത് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച് സപ്പോർട്ടൊക്കെ ചെയ്ത് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകും. അവരുടെ സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജഡ്ജസ് അങ്ങനെയല്ല. അവരെ നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. എന്നിട്ട് നമ്മുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് നമ്മുടെ സൈഡിൽ നിൽക്കും. എന്നിട്ട് ഓക്കെ ആണെങ്കിലും ഓക്കെ പറഞ്ഞ് നമ്മുടെ ഷോ ഡയറക്ടർ സർഗോ സാർ ആണെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് പാടുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റും ആക്ച്വലി. പക്ഷെ ടേക്ക് പറയുമ്പോൾ ഒരു പേടിയുണ്ടാവും. 3, 2, 1 ആക്ഷൻ അത് നമ്മളുണ്ട്, നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് 3, 2, 1 നമുക്ക് തന്നെ ഒരു ടെൻഷനാണ്. ഓക്കെ 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 ഫൈൻ. അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റും കൂടെ. ഓക്കെ, അതായത് ഈ മാസങ്ങളുടെ പേരുണ്ടല്ലോ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, മാസങ്ങളുടെ പേര് ഫസ്റ്റ് ലൈനിൽ വരുന്ന പാട്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, മനസ്സിലാവും. ഇത് ഒരുപാടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജൂൺ, ജൂലൈ എന്നൊക്കെ എടുക്കാം. ഇതൊക്കെ ഫസ്റ്റ് ലൈനിൽ വരുന്ന പാട്ടിലുണ്ട്. മലയാളം ആവാം, തമിഴാവാം, ഒത്തിരി പാട്ടിലുണ്ട്, ഒരുപാട് പാട്ടിലുണ്ട്. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്. ജനുവരി ആവാം. ഞാൻ ക്ലൂ ആയിരുന്നേ. അല്ല, അപ്പൊ ഏതെങ്കിലും മാസത്തിന് ഏത് മാസം വേണം. ഇനി മലയാളം മാസം ആയിക്കോ, ചിങ്ങാവാം, മേടം ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ എത്ര പാട്ട് വേണമെന്നറിയോ? 8 പാട്ട് വേണം. 8 മാസം, 8 പാട്ട്. ഓക്കെ, സെക്കൻഡ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസപ്പുലരി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയാണോ? മെയിൽ നമുക്ക് കുറച്ച് കൂടുതൽ പാട്ടുണ്ട്. മെയ് അവിടെ കേട്ടെ. ജൂൺ പോനാൽ ജൂലൈ കാറ്റ്. 2 മാസമായി. അത് 2 പാട്ടായിട്ട് കൂട്ടാമോ? 2 പാട്ട് തന്നെയാ, ഒരു അല്ല 3 എണ്ണമായിട്ട്. 2 ജൂൺ പാടിയോ? ഇല്ല, മലയാളത്തിൽ കുറച്ച് ജൂണിലെ പാട്ടുണ്ട്.
ജൂണോ? ജൂണിലെ നിലാമഴയിൽ ഇനിയും ചിങ്ങത്തിൽ തുടങ്ങണം നമുക്ക്. ചിങ്ങമാസം. അത് ഓക്കെ. അടുത്തത് മേഡം. മേട പൊന്നണിയും കൊന്ന പൂക്കണിയും. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല. 5 എണ്ണം ഞാൻ ആ കൈയടിച്ച് പാസ്സാക്കാം. ആണോ? ഇനിയുണ്ടോ? ഇനിയില്ല. കുഴപ്പമില്ല, എന്നാലും അത് ചെയ്തതിൽ. ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇനി ശിവയുടെ ഇപ്പോൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് സിംഗറാണ് സ്റ്റാർ സിംഗറിൽ ശിവ. ഓക്കെ, അപ്പോൾ ശിവയ്ക്കൊരു ഫേവറേറ്റ് സിംഗർ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഏത് ഉറക്കത്തിലും നമ്മൾ വിളിച്ച് ചോദിക്കുകയാണ്, അതായത് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സിംഗർ ആരാ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ശിവനെ അഡ്മയർ ചെയ്ത് ഇൻസ്പയർ ചെയ്ത ഒരാൾ ചിത്രാമ്മ തന്നെയാണ്. ദാസർ, ചിത്രാമ്മ ഇവരൊക്കെ ആയിരിക്കും. എസ്പെഷ്യലി നമുക്ക് മലയാളികളുടെ നമ്മുടെ അഭിമാനമാണല്ലോ, അഹങ്കാരമാണ് അതന്നെ. അപ്പൊ ഓഫ്കോഴ്സ് ചിത്രാമ്മ. ബോളിവുഡിലൊക്കെ പറയുകയാണെങ്കിൽ ശ്രേയ ഘോഷാൽ മാം ഉണ്ട്, സോനു നിഗം സാർ ഉണ്ട്, അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശ്വേത മോഹൻ ചേച്ചി, നമ്മുടെ ശ്വേത ചേച്ചി. ഓക്കെ, നമ്മൾ ഓഫ് കോഴ്സ് പാടുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് സിനിമയിൽ ഒരു പ്ലേ ബാക്ക് പാടുക എന്നുള്ളത്, അവിടെ എത്തുക എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രീം കമ്പോസർ എന്നുള്ള ഒരാളെ പറഞ്ഞാരും പറയും. റഹ്മാൻ സാർ. ഓക്കെ, ഗോഡ് ഓഫ് മ്യൂസിക് അല്ലേ? ഇപ്പൊ ലേറ്റസ്റ്റ് ഞാൻ ഇന്ന് വണ്ടിയിൽ ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ നടക്കുന്നൊരു പാട്ടുണ്ട്. ഏതാണെന്നറിയോ ശിവയ്ക്ക്? ശിവ പാടിയൊരു പാട്ടാണ് ഇപ്പൊ. അഭീന. അയ്യോ, എന്തുവാ പിള്ളേരെ നിങ്ങൾ പാടിയതിനകത്ത്. രണ്ടുപേരും, ദിൽരാജും അതെ, അത് ലൈക്ക് വേറെ എവിടെയോ കൊണ്ടെത്തിച്ചെന്നുള്ളതാണ് ആ പാട്ട്. ഓസമായിരുന്നു ആ പാട്ട്. ആൻഡ് ആ പാട്ട് പാടാണ്ട് നമുക്കിത് ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. പ്ലീസ് ആ പാട്ട്. അതിൽ ഞാൻ പാടിയ പോർഷൻ മതി. അയ്യോ, കണ്ട, അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. അയ്യോ, ഭയങ്കര രസമുണ്ട് പാട്ട്. ഈ മ്യൂസിക്കിന്റെ ഒരു ഏറ്റവും വലിയൊരു എഫക്റ്റ് ഇതാണ്. ഈ നമ്മൾ ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾക്കാരുടെ നെഞ്ചിനകത്ത് കൂടി, ചെവിയിലല്ല നമ്മൾ കേൾക്കുക, ശരിക്കും നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലാണ് വന്ന് മ്യൂസിക് നിറയ്ക്കുക എന്നുള്ളത് അല്ലേ? ശിവയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് എങ്ങനെയാണ്? അതായത് ഈ പറഞ്ഞ മ്യൂസിക് ആയിക്കോട്ടെ, നമ്മുടെ പാഷൻ ആയിക്കോട്ടെ, എന്തു കാര്യങ്ങളും ആയിക്കോട്ടെ, നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണോ, അതോ ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ, എന്താ പറയുക, നമ്മൾ ചെയ്യുക ബാക്കിയെല്ലാം നടക്കും, അങ്ങനൊരു മൈൻഡാണോ, അതോ നമുക്ക് നേടിയെടുക്കണം എന്ന് പിടിവാശി ഉള്ള ഒരാളാണോ? എങ്ങനെയാണ് ലൈഫിനെ കാണാം? നേടിയെടുക്കണം എന്ന് കുറച്ച് പിടിവാശിയൊക്കെ ഉള്ള ആൾ തന്നെ. എന്നാൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോനെക്കാട്ടിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അല്ലാണ്ട് നടക്കുന്നത് പോലെ നടക്കട്ടെ, എന്താന്ന് വെച്ചാൽ സംഭവിക്കും, അങ്ങനെയല്ല. ഗോളുണ്ട് നമുക്ക്, ഗോളുണ്ട്, റൈറ്റ് പ്രാക്ടീസ് ചെയ്യുക, പെർഫെക്ഷനിലേക്ക് എത്തിക്കാനുള്ള ശ്രമം. വെറുതെ ഇങ്ങനെ ലേസി ആയിട്ടിരിക്കുക എന്നുള്ളതല്ല. സീരിയസ് ആണ്, എന്നാലും അത്രയ്ക്ക് സീരിയസും അല്ല, അത്രയ്ക്ക് ലേസിയും അല്ല. പ്രാക്ടീസ് ചെയ്യുക, നമ്മുടെ നമ്മുടെ 100% കൊടുക്കുക, അങ്ങനെ ചെയ്ത് പോവാം. എപ്പോഴെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു സ്റ്റേജ്, ചിലപ്പോൾ സ്റ്റേജ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐഡിയ സസിൻ്റെ സ്റ്റേജ് അല്ല, പുറത്തും ആവാം, നമ്മൾ ഒരുപാട് കോൺഫിഡൻസോടുകൂടി ആയിരിക്കാം ചിലപ്പോൾ ചില പാട്ടുകൾ പാടാൻ വേണ്ടി പോകുന്നത്, പക്ഷെ പ്രതീക്ഷിച്ച് അത്ര എത്തിയില്ല എന്നുള്ള തോന്നിയിട്ടുള്ള ഏതെങ്കിലും മൊമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് സ്റ്റാർ സിംഗറിൻ്റെ തുടക്കത്തിൽ ഞാൻ പാടിയിട്ടുള്ള കുറേ പെർഫോമൻസസിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് എസ്പെഷ്യലി ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഖത്തറിൽ പോയി വരികയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഇയർ ബാലൻസിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ പിച്ചിങ് ഇഷ്യൂസ് ചെറുതായിട്ട്. അപ്പോൾ അത് തുടക്കത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു, ചെവിയുടെ ബാലൻസിൻ്റെ പ്രശ്നമാണെന്നും അതൊന്നും. അപ്പം അത് കുറച്ച് ടൈം എടുത്തിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയാലും സ്റ്റേജിൽ എനിക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. അത് ഇതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ പേടിച്ചിട്ട്, അതായത് ഞാൻ എങ്ങനെ അത് ഡെലിവർ ചെയ്യും എന്ന് പേടിച്ചിട്ട് പോയി ഗോൾഡൻ സ്റ്റാർ അടിച്ചു വന്ന മൊമെന്റ്സ് ഉണ്ടോ? അത് ഇപ്പൊ മൗനമേ ഉണ്ടായിരുന്നു, കുറേ പാട്ടുണ്ട്. നെഞ്ചിൽ കഞ്ചവാണം, അത് നെഞ്ചിൽ കഞ്ചവാണം ആക്ച്വലി ഞാൻ ആ പാട്ട് പെട്ടെന്നാണ് പഠിച്ചത്. അത് ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു. ഓർക്കസ്ട്ര കഴിഞ്ഞ്
ഓർക്കസ്ട്ര പ്രാക്ടീസ് പകുതി ഞാൻ പകുതി ശ്വേച്ചിയൊക്കെ ആയിട്ടാണ് പാടിയത്, ഓർക്കസ്ട്ര പാടി ഒപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിൻ്റെ തലേദിവസം രാത്രിയാണ് ഞാൻ ആ പാട്ട് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുന്നത്. ബിക്കോസ് വേറെ റീസൺസ് ഉണ്ടായിരുന്നു അത് പഠിക്കുമ്പോൾ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അത് എന്തായി തീരും, എങ്ങനെ സംഭവിക്കും, ഞാൻ മറന്നു പോവുമോ എന്നൊക്കെ ഉള്ള നല്ല പേടിയുണ്ടായിരുന്നു, നല്ലോണം അതുപോലെ സ്വർണ്ണ മീനിൻ്റെ ഞാനും വൈശാഖേട്ടനും കൂടെ പാടി ഡുവറ്റാ. അതും തലേദിവസം രാത്രിയാണ് ആ പാട്ട് നമ്മൾ കുറച്ച് ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് തലേ ദിവസമാണ്. അന്ന് രാത്രി 11:30-12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ശ്വേച്ചിനെ വിളിക്കുന്നു. ഞാൻ ടെൻസ്ഡ് ആയിരുന്നു ആക്ച്വലി. ശ്വേച്ചി കുറച്ച് ഇംപ്രവൈസേഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു, അത് കേട്ട് പഠിക്കുന്നു. അപ്പം കോളും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭയങ്കര എനിക്ക് ടെൻസ്ഡ് ആയിരുന്നു, നാളെ എന്താവും, അയ്യോ. പക്ഷെ അത് നല്ല പെർഫോമൻസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ മൊമെന്റ്സ് ഉണ്ട്. ഉണ്ട്. ഓക്കെ, ഇനി എന്താ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്? അതായത് സ്റ്റാർ സിംഗർ, ഓക്കെ, ഓഫ് കോഴ്സ് എല്ലാവരും മത്സരിക്കുന്നത് സ്റ്റാർ സിംഗറിന്റെ ടൈറ്റിൽ വിന്നർ ആവണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്? എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം? മ്യൂസിക്കിൽ പ്ലേ ബാക്ക് സിംഗർ ആവണമെന്നുണ്ട്, അതേപോലെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യണമെന്നുണ്ട്. ഈ സ്വന്തമായിട്ട് ബാൻഡ് അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? പ്ലാൻസ് ഉണ്ട്. എത്രമാത്രം പോസിബിൾ ആണെന്നൊന്നും അതിനെപ്പറ്റി അധികം ചിന്തിച്ചിട്ടില്ല. പക്ഷെ പ്ലാൻ ഉണ്ട്, ഉറപ്പായിട്ടും പ്ലാൻ ഉണ്ട്, ബാൻഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ. അതൊക്കെ തന്നെ. ഓക്കെ, ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോയിലോട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഖത്തറിലാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ്, ഫാമിലി എവിടെയാണ്, പാരൻസ് എവിടെയാണ്. അപ്പോൾ ഈ മ്യൂസിക് എന്ന് പറയുന്ന ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശിവ ഇപ്പോൾ ഇവിടെയാണ്, നമ്മുടെ കേരളത്തിലാണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും, ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിക്ക് എവിടെ നിന്ന് ഈ ധൈര്യം വരുന്നത്? ആക്ച്വലി എനിക്ക് അങ്ങനെയൊന്നും തീരെ ധൈര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. ലൈക്ക് പണ്ട് മുതലേ എവിടെ പോകുമ്പോഴും അച്ഛനും അമ്മയുടെയും കൈ പിടിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. എവിടെ പോയാലാണെങ്കിലും അച്ഛനും അമ്മയും കൂടി ഉണ്ടാവും, ഒരാളെന്നുള്ളതല്ല, 2 പേരും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞാൻ 12th കഴിഞ്ഞിട്ടും വേണമെങ്കിൽ അവിടെ തന്നെ ഒരു വർഷം കൂടെ നിന്ന് പഠിക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഓഡീഷൻസ് വന്നപ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നത്. പിന്നെ സെലക്റ്റും ആയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ എന്നെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ, അതായത് ഒറ്റയ്ക്കായിരിക്കും, എപ്പോഴും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവില്ല, ഇപ്പോൾ അവർ എപ്പോഴും വരാൻ പറ്റില്ലല്ലോ, അവരവിടെ ജോലി ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ എന്നെ തന്നെ കുറേ പറഞ്ഞ് സമാധാനിപ്പിച്ച് ധൈര്യം ഞാൻ വരുത്തിയെടുത്തതാണ് ഞാൻ. ബിക്കോസ് എനിക്ക് വീട്ടിൽ അച്ഛനും അമ്മയുടെയും കൂടെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അച്ഛനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മമ്മയ്ക്ക് കുറേ ദിവസം ഇവിടെ വന്ന് നിൽക്കാനും പറ്റില്ല. ഷൂട്ടിൻ്റെ ഒരു ദിവസമല്ലല്ലോ, ഒരു 4-5 ദിവസം ഞങ്ങൾ ഇവിടെ ആണല്ലോ. അപ്പം ഇപ്പം ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെ സ്വയം നമ്മൾ ധൈര്യം റെഡിയാക്കി എടുത്തു. പറ്റുന്ന സമയത്തൊക്കെ ആരെങ്കിലും ഇപ്പൊ ഷൂട്ടിനൊക്കെ എപ്പോഴും എൻ്റെ ചേച്ചി വരും, ചേച്ചി അല്ലെ അമ്മമ്മയോ അല്ലെ അച്ഛനോ അമ്മയോ തന്നെ ആരെങ്കിലും ഒരാളായിട്ട് ഷൂട്ടിന് ഇങ്ങനെ വരും മാറി മാറി. പക്ഷെ ഗ്രൂമിങ് സമയത്തൊക്കെ ഞാൻ വരുന്നത് ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ ഇവിടെ വന്നാൽ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരുടെയും കൂടെയാണ്. ഞങ്ങളങ്ങനെ പേടിക്കാനുള്ള മാത്രം കുറേ അങ്ങനെ ഒറ്റയ്ക്ക് ട്രാവലൊന്നും ചെയ്യുന്നില്ല. അവിടുന്ന് എറണാകുളം സ്റ്റേഷനിൽ ഇറങ്ങുന്നു, അവിടുന്ന് മെർമെയ്ഡ് ഹോട്ടലിലേക്ക് പോകുന്ന അത്രയും വരെ പേടിച്ചാൽ മതി, അവിടെ എത്തിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഈ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയില്ലേ ഇപ്പോൾ? ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പം പക്ഷെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സംശയമാണ്, ആ കുട്ടി തന്നെ ആണോ ഇത് എന്നുള്ളത് ചോദിക്കുമ്പോൾ ശിവപ്രിയ ആണോ സ്റ്റാർ സിംഗറിൽ പാടുന്നത് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി അതൊരു ഞാൻ ഹോസ്പിറ്റലിൽ എന്തോ പോയിട്ട് മരുന്ന് മേടിക്കാൻ നിൽക്കുമ്പോൾ മാസ്ക് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ പേര് വിളിച്ചു, ശിവപ്രിയ എന്ന് വിളിച്ചപ്പോഴേക്ക് മാസ്ക് ഇട്ടതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ലായിരുന്നു. ബാക്കിൽ നിന്ന് ഒരു അമ്മമ്മ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, സ്റ്റാർ സിംഗറിൽ ഒരു ശിവപ്രിയ ഉണ്ട്, ആ ശിവപ്രിയ തന്നെയാണോ ഇത് എന്ന് ചോദിച്ചിട്ട് ഞാനെന്നിട്ട് മാസ്ക് അയച്ചപ്പോൾ സന്തോഷമായി ഫോട്ടോ ഒക്കെ എടുത്ത്. അങ്ങനെ കുറേ പേര് കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യം. ഈ സ്റ്റാർ സിംഗറിൽ നമ്മൾ വരുമ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ഒരു ഫേവറേറ്റ് ജേണർ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഇതാണ് എൻ്റെ ഏരിയ എന്ന് തോന്നുന്നത്. അത് ശരിക്കും താങ്കൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു ധാരണ എന്തായിരുന്നു, എൻ്റെ ഏരിയ ഇതാണെന്നുള്ളത്? അത് ഏത് ജേണറായിരുന്നു? ആക്ച്വലി എനിക്ക് അങ്ങനെ വലിയൊരു ഉണ്ടായിരുന്നില്ല. ആൻഡ് ഞാനിപ്പം സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള കുറേ ജോൺറാസ് ഉണ്ട്. അതൊന്നും ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ട്രൈ ചെയ്തതോ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും അല്ല. ഞാൻ സ്റ്റാർ സിംഗറിൽ വന്ന ശേഷമാണ് ഇതൊക്കെ പാടാൻ പറ്റുന്നു സ്വയം എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെ അപ്പോഴാണ്. എന്താ പറയുക, ഐ ഫൈൻഡ് കൂടുതൽ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഇപ്പം
ആക്ച്വലി അങ്ങനെ കംഫർട്ട് കൂടുതലെന്ന് പറയാനില്ല. ഇപ്പം ഞാൻ കുറച്ച് നാളുകളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാട്ടും എനിക്ക് എക്സ്പെരിമെന്റ്സ് ആണ്. ബിക്കോസ് എല്ലാം ഞാൻ ഇവിടെ വന്നിട്ടാണ്. ഓക്കെ, ഇപ്പൊ യോഡ്ലിംഗ് ആയിക്കോട്ടെ, യോഡ്ലിംഗ് ഒക്കെ ഞാൻ ജന്മത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഈ പാട്ടായിരിക്കും എനിക്ക് എന്നെ കൊണ്ട് ആവുമെന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ചെറുതായിട്ട് വരുന്നത് എനിക്ക് ഫീൽ ചെയ്തു യോഡ്ലിംഗ്. അപ്പം അത് പ്രാക്ടീസ് ചെയ്തെടുത്തു, അത് പാടി. ഇപ്പോൾ ശിങ്കാരവേലി എന്നുള്ള പാട്ടിൽ കസു വെച്ച് പാടുന്നത്, അത് കസു ഞാൻ ആദ്യമായിട്ട് ഈ ഷൂട്ടിൻ്റെ 2-3 ദിവസം മുന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ബ്രെത്ത് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ടയേർഡാവും നമ്മൾ. ഓക്സിജൻ എന്നല്ല, കുറേ പ്രഷർ ഉണ്ടല്ലോ നമ്മളത് യൂസ് ചെയ്യുമ്പം. അപ്പോൾ എല്ലാം എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. അപ്പം ഒരു കംഫർട്ടബിൾ ജോൺറ എന്ന് പറയാൻ ഇപ്പൊ നമുക്ക് എല്ലാം കംഫർട്ടബിൾ ആയി. അങ്ങനെയല്ല, എല്ലാം ട്രൈ ചെയ്യുന്നു. ഒന്ന് ലൈവായിട്ട് കേൾക്കണത് ഭയങ്കര ആഗ്രഹമുണ്ട്. एक सौदा रात का, एक कौड़ी चंद की, चाहे तो चूम ले तू थोड़ी चांद की. एक सौदा रात का, एक कौड़ी चंद की, चाहे तो चूम ले तू थोड़ी चांद की. एक मेघ की कश्ती में चल पार उतरना है, तू हल्के हल्के खिना दरिया चल के. मैया मैया गुलाबी तारे चुन ले सारे चुन. मैया मैया के जिस्म के पर तुम दर्द के मारे चुन ले. मैया मैया अले 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 मैया मैया हो अले लिया हो या बी बी. സൂപ്പർ. അങ്ങനെ നമ്മൾ ഒരു പവർ പാക്ഡ് പെർഫോമൻസുമായിട്ട് ഇന്നത്തെ ഈ ഒരു കോൺവെർസേഷൻ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാർ സിംഗർ ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സ്റ്റാർ സിംഗറിലെ ഈ വർഷത്തെ കണ്ടസ്റ്റൻസിൽ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്ന, മ്യൂസിക് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ശിവേനെ ഇഷ്ടമാണ്, ശിവയുടെ പാട്ടുകൾ ഇഷ്ടമാണ്. ആൻഡ് അതിൽ എല്ലാ ജഡ്ജസും പല സമയത്തും പറഞ്ഞൊരു കാര്യമാണ്, ഫ്യൂച്ചറിൽ നിങ്ങളെയൊക്കെ നമുക്ക് വീണ്ടും ഇതിനും ഉയരങ്ങളിൽ മറ്റ് പല എന്താ പറയുക, പ്ലേ ബാക്കിലായിക്കോട്ടെ, സ്റ്റേജസിലായിക്കോട്ടെ, വലിയ വലിയ സിംഗേഴ്സായിട്ട് കാണുമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഫിനാലെ വന്നുകൊണ്ടിരിക്കുന്നു. ഫിനാലയിലും അടിച്ചു പൊളിക്കാൻ പറ്റട്ടെ. എന്താ പറയുക, സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ. മ്യൂസിക് തന്നെ കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you. I had a great time with you.